അപ്പോൾ അതെ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഇത് കണ്ട കുറച്ച് നാടൻ സിലോപ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ടായിട്ട് പിടിച്ചാണിത്. അപ്പോൾ നാടൻ സിലോപ്പി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഗ്രിൽഡ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം റെസിപ്പീസൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതേ നമ്മളിത് 4 സിലോപ്പി എടുത്തിട്ടുണ്ട്. കണ്ടോ 4 സിലോപ്പി ഉണ്ട്. ഇനി നമുക്കിത് വെട്ടി സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അത്യാവശ്യം വലിയ സിലോപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നതെന്നല്ല, നമ്മൾ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയത്. നമ്മൾ രാവിലെ പോയി ചൂണ്ടയിട്ടതാണ്. നമ്മൾ മീൻ തേച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ വയറൊക്കെ അടിപൊളിയായിട്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് എല്ലാ മീനും. ഇത് ഗ്രിൽഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അധികം കണ്ടിച്ചെടുക്കുന്നത്. സിലോപ്പിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കണം എല്ലാം. ഓരോ മീനും നന്നായിട്ട് വൃത്തിയാക്കി ഇനി കഴുകിയെടുക്കണം. നമ്മൾ ഗ്രിൽഡ് ആയതുകൊണ്ട് തല കളയാത്ത രീതിയിലാണ് വെക്കാൻ പോകുന്നത്. എന്നാലും നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതെ നമുക്കിനി മീൻ നമ്മുടെ ഗ്രില്ലിൻ്റെ ഭാഗത്തിന് വരഞ്ഞു കൊടുക്കാം. ആഴത്തിൽ വരഞ്ഞു വെക്കണേ, എന്നാലേ നമ്മുടെ മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതെ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് 4 വരഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ നമ്മൾ കനൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു വാഴയില നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മല്ലിയില, പിന്നെ നമ്മളതേ 4 മീൻ, പിന്നെ അതേ കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഒരു കുരുമുളക് പൊടി നമ്മൾ പാക്കറ്റാണ് വാങ്ങിച്ചേക്കുന്നത്, പിന്നെ അതേ അലൂമിനിയം ഫോയിൽ, പിന്നെ ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്നിട്ട് 3 നാരങ്ങ, വലിയ നാരങ്ങ, ജ്യൂസി ആയിട്ടുള്ള 3 നാരങ്ങ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ കനലിൽ കൂടെ സെറ്റ് ആകുന്നുണ്ട്. നമുക്ക് ആദ്യം നാരങ്ങ ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ അകത്ത് ഇടാനുള്ളതാണ്. നമുക്ക് ആദ്യം മീനിൽ ഉപ്പിട്ട് കൊടുക്കാം. 2 സൈഡിലും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ പുറത്ത്.
എന്താ ഗ്യാപ്പിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടോ? ഇച്ചിരി അകത്ത് വിട്ട് കൊടുക്കണം. പിന്നെ അതെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പുറ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീനിൻ്റെ അകത്തും ഇച്ചിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ കുരുമുളക് നന്നായിട്ട് ചേർക്കുക. കാരണം വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നും നമ്മൾ അധികം ചേർക്കാത്തതുകൊണ്ട് കുരുമുളകും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അതെ മീനിൻ്റെ അകത്ത് കുരുമുളക് ഇടുക. അതെ ഒരു 3 നാരങ്ങ ഇതിൻ്റെ അകത്ത് വെക്കുക. മല്ലിയില, കുറച്ച് മല്ലിയില മീനിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. നാരങ്ങ പുറമേ വെച്ച് കൊടുക്കുക. 2 നാരങ്ങ ഇവിടെ വെച്ച് കൊടുക്കുക. അതെ ഇത്രേ ഉള്ളൂ, ഇത്രേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത് വാഴയിൽ നന്നായിട്ട് കവർ ചെയ്യുക. കണ്ട നന്നായിട്ട് കവർ ചെയ്ത് അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് 3 റൗണ്ട് പൊടിയണം. പൊതിഞ്ഞെടുക്കുക. മതിയാവും. ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. കണ്ടോ കണ്ടോ നമ്മുടെ മീൻ നല്ല സൂപ്പറായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കി 3 മീനും പൊതിഞ്ഞെടുക്കണം. 1 2 3 4 നമ്മൾ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തീ ഒന്നുകൂടെ കനലാക്കിയിട്ട് നമ്മൾ നേരെ അതിൽ വെച്ച് ചുട്ടെടുക്കും. അധികം വേവിക്കരുത്. ഇത്ര ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് നമുക്ക് വേവിക്കാവുള്ളൂ. അപ്പുറം ഇപ്പുറം 2 സൈഡും 15 മിനിറ്റ് വേവിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ റെഡിയാവും. നമ്മുടെ അത്യാവശ്യം എല്ലാം വെന്ത് ഉറപ്പായിട്ടുണ്ടാവും. നമുക്കിനി ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം 4 ആദ്യം നമുക്കിങ്ങനെ എടുത്ത് വെക്കാം ഇങ്ങോട്ട്. നല്ല ചൂടുണ്ട്. നമുക്ക് പൊളിച്ച് നോക്കാം എന്തായിരിക്കും അവസ്ഥയാണ്. കണ്ടതേ ഇലയുടെ സൈഡ് കണ്ട കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലേ പറ്റേ നല്ല നൈസായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ടാ നോക്കിയേ, നമ്മുടെ പേപ്പറും കാര്യങ്ങളെല്ലാം കരിഞ്ഞു പോയി. പക്ഷെ മീൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.
എന്താ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മുടെ നാരങ്ങയൊക്കെ ഇരിക്കുന്നത് കണ്ട? അതെ, നാരങ്ങയുടെയൊക്കെ അവസ്ഥ കണ്ട? പൊളി, പൊളിച്ച് കുരുമുളക് ഇതിന് ഭയങ്കര എല്ലാം തുറന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് ചൂടൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാത്. അതെ, ഇത് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. നമുക്ക് ചൂടൊന്ന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താ ചൂടൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. കുരുമുളകിൻ്റെ ആ ഒരു ഇതാണ്. കഴിച്ചതുണ്ടോ? അതെ, പ്രത്യേക ടേസ്റ്റ് എന്താ ഒരു കാലത്ത് അതിലേക്ക് ഒരു സവാളയും ഒരു നാരങ്ങ കൂടി എടുത്ത് നാരങ്ങ എന്തായിരുന്നു? തക്കാളി ആ പിഴിഞ്ഞൊഴിക്കാൻ നാരങ്ങ എന്താ ഇടുന്നത്? കറക്റ്റ് മീൻ്റെ ടേസ്റ്റ് നാരങ്ങ എടുത്ത് സവാള കൂടി കഴിച്ചു നോക്കാം. കറക്റ്റ് കുരുമുളക് പുതിനയിലുണ്ട് ഞങ്ങൾക്ക്. അതെടുത്ത് ആ വയറങ്ങോട്ട് പൊളിച്ച് മറിച്ചിട്ടാ കാശ് പോകത്തോട്ടാ. മീൻ മറിച്ചിടാം. വേണ്ട, ഇതെടുക്കുക. നാരങ്ങ കൂടി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ പുതിനയിലും കൂടെ വെച്ചെടുക്കുക. ഇങ്ങനെയുണ്ടോ? ഞാൻ പുട്ട് പൊടി പോലെ ഉണ്ട്. ഞാൻ 2 നാരങ്ങ ഇത് സവോള വെച്ച് തക്കാളി കൂടി ഇത് കണ്ടോ? അതിൻ്റെ അകത്ത് നാരങ്ങ വെച്ച് വളർത്താം. അതല്ല ഞാനെന്തോ ഇതല്ല മല്ലിയില. ഇതല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതല്ല മല്ലിയില വെച്ചിട്ട് ചത്ത നാരങ്ങ ഒക്കെ ഗൈസ്, ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ ഐ എവർ മെയ്ഡ്. നിങ്ങളിത് ട്രൈ ചെയ്തില്ലേ നിങ്ങൾക്കാണ് നഷ്ടം. എങ്ങനെ ഡീലു? അരി എങ്ങനെയാ? കൊള്ളാം. നമ്മൾ വിചാരിക്കാത്തൊരു ടേസ്റ്റാണിത്. നോക്കിയാൽ നിങ്ങൾ ഈ ഇലയിട്ട് നോക്കിയാൽ, ഇലക്കിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മീനിൻ്റെ പ്യുവറായിട്ടുള്ള ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിക്കണം. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഫ്ലേവർ പറ്റും. ഈ നാരങ്ങയുടെ ഇതിത്തിരി കൂടിപ്പോയി. കാരണം നമ്മൾ നാരങ്ങ ഒരു മീനിൽ തന്നെ 1 2 3 4 5 6 നാരങ്ങ വെച്ചായിരുന്നു. നിങ്ങൾക്കൊരു 2 നാരങ്ങയൊക്കെ വെച്ചാൽ മതി. അതുമാത്രം നാരങ്ങയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷേ സാധനം വർത്താണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ ബൈ.